നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ആർഎസ്എസിനെ എന്നും എതിർക്കുന്നത് സിപിഎം. കോൺഗ്രസ് തൃശൂരിൽ ബിജെപിക്ക് എംപിയെ സമ്മാനിച്ചു. കോൺഗ്രസ് നേതാക്കളും മക്കളും അണികളും ബിജെപിയിലേക്ക് ഒഴുകുന്നു. പി.വി. അൻവറിന് പിന്നിൽ പി.വി. അൻവർ തന്നെയെന്നും ആരോപണങ്ങളിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടക്കുമെന്നും എം.വി. ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് തൃശൂരിലെ വോട്ടർമാരെ നിരന്തരം അവഹേളിക്കുകയാണെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായി എഡിജിപി ആർഎസ്എസ് നേതാവിനെ കാണാൻ പോയെന്ന വി.ഡി. സതീശന്റെ ആരോപണത്തിന് ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദർശനത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കേണ്ടത് എഡിജിപി. മൂന്നാമതായി ആർഎസ്എസ് അതിൽ വ്യക്തമായ മറുപടി നൽകുമെന്നും വി മുരളീധരൻ. അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. തൃശൂരിൽ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാണ് സർവകലാശാലകളുടെ പ്രവർത്തന ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി റീജിയണൽ സെന്റർ തുറന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് SDPI മാർച്ച്. കൊള്ളയുടെ പങ്ക് പറ്റിയതുകൊണ്ടാണ് ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ടെന്ന് SDPI പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലാശ്ശേരി. ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ സർക്കാരും CPM-ഉം പരിശ്രമിക്കുകയാണെന്നും ആക്ഷേപം. ഗണേശസ്തുതികളിൽ വള്ളൂരാടൻ സാംസ്കാരിക നഗരി. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തിന് പൊതുസമ്മേളനം, നിമജ്ജന, മഹാഘോഷയാത്ര എന്നിവയോടെ സമാപനം. നഗരം കാവിക്കടലായി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ബിജെപിക്ക് വളരാൻ കോൺഗ്രസ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. തൃശൂരിൽ എംപിയെ സമ്മാനിച്ചത് കോൺഗ്രസാണ്. പി.വി. അൻവർ എംഎൽഎക്ക് പിന്നിലും മുന്നിലുമെല്ലാം പി.വി. അൻവർ എംഎൽഎ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒറ്റപ്പാലത്ത് പാർട്ടി റിപ്പോർട്ടിങ്ങിനെത്തിയതായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ബിജെപിക്ക് വളരാൻ കേരളത്തിൽ കോൺഗ്രസ് സൗകര്യമൊരുക്കുന്നുവെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. തൃശൂരിൽ ബിജെപിക്ക് കോൺഗ്രസ് എംപിയെ സമ്മാനിച്ചു. കോൺഗ്രസ് നേതാക്കളും മക്കളും അണികളുമെല്ലാം ബിജെപിയിലേക്ക് ഒഴുകുന്ന സാഹചര്യമാണുള്ളതെന്നും എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ കോൺഗ്രസ്സാണ് നാളത്തെ ബിജെപിയായിട്ട് മാറിയത്. ഇന്ത്യയിലുടനീളമുള്ള നിലവിലുള്ള എംപിമാരിലും MLA-മാരിലും ഒരു നല്ല ശതമാനം ആളുകൾ കോൺഗ്രസ്സുകാരാണ്, പഴയ കോൺഗ്രസ്സുകാരാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ അതിനു മുമ്പ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും, ഒന്ന് പാർലമെൻറ്റാണ്, മറ്റൊന്ന് അസംബ്ലിയാണ്, 2 BJP MLA-മാരെ അല്ലെങ്കിൽ BJP MLA-യും BJP MP-യെയും നൽകിയത് BJP-യുടെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്തത് പി.വി. അൻവറിന് പിന്നിൽ പി.വി. അൻവർ തന്നെയാണെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എഡിജിപിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടക്കും. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്ഥാനത്ത് തുടരുന്ന അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളതാണ് പറയുന്നത്. അട്ടിമറിക്കാനുള്ള കഴിവൊന്നും ഒരിക്കലും കേരളത്തിൽ വേറിയില്ലാക്കാം. വെറുതെ ആവശ്യമില്ല. ഭരണപക്ഷ MLA ആയ അൻവർ തന്നെയാണ് ഇത് പറയുന്നത്. അൻവർ തന്നെയാണ് പറയുന്നത്, വേറെ ആരുമല്ല. ഒരട്ടിമറി നടക്കില്ല. DGP-യാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനെല്ലാമുള്ള ഇച്ഛാശക്തി LDF സർക്കാരിനുണ്ടെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രതിപക്ഷ നേതാവ് നിരന്തരം തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായി എഡിജിപി ആർഎസ്എസ് നേതാവിനെ കാണാൻ പോയെന്ന വി.ഡി. സതീശന്റെ ആരോപണത്തിന് ആദ്യം മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും വി മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതിനാലാണ് സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. ഈ അവഹേളനം BJP-യോടല്ല, ജനങ്ങളോടാണ്. കുഞ്ഞാലിക്കുട്ടിയും ഇതേ പരാമർശമാണ് ഉന്നയിക്കുന്നത്. വടകരയിൽ മത്സരിക്കാതെ UDF സ്ഥാനാർത്ഥി തൃശൂരിൽ വന്നു തോറ്റു എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം ബൂത്തിൽ പോലും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1275 ബൂത്തുകളിൽ വി ഡി സതീശന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണെന്നും വി മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതിനാലാണ് ശ്രീ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാമർശം BJPയോടുള്ള അവഹേളനമല്ല, മറിച്ച് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ അവഹേളനമാണ്. ഇത് UDFന്റെ നിലപാടാണ്. കാരണം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, VD സതീശൻ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയം, ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇതേ തരത്തിലുള്ള പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ തൃശ്ശൂരിൽ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ച ആൾ പരാജയപ്പെട്ടതും സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത സുനിൽകുമാർ തൃശ്ശൂരിൽ പരാജയപ്പെട്ടതുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP RSS നേതാവിനെ കാണാൻ പോയെന്ന VD സതീശന്റെ പരാമർശത്തിൽ ആദ്യം ഉത്തരം നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. പിന്നീട് എന്തുദ്ദേശമാണെന്ന് വ്യക്തമാക്കേണ്ടത് ADGPയാണ്. മൂന്നാമതായി RSS അതിൽ വ്യക്തമായ മറുപടി നൽകും. BJP നേതാക്കളെ RSSന്റെ വക്താക്കളായി നിയോഗിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാണ് ലക്ഷ്യമെന്നും ഇതിനായി കേരളത്തിലെ സർവകലാശാലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. സർവകലാശാലകളിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്നും തുറന്ന് സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ സവിശേഷ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ സവിശേഷ സാന്നിധ്യം വിളിച്ചോതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ആമുഖ പ്രഭാഷണത്തിലും സർവകലാശാലയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും സർവകലാശാല ഏറ്റെടുത്തിട്ടുള്ള നാനാമുഖമായ ദൗത്യങ്ങളെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കപ്പെട്ടു. തീർച്ചയായും ആധുനിക കേരളത്തിന് വിത്തിട്ട മഹാഗുരുവിന്റെ പേരിലാണ് ഈ സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നും സംഘടന കൊണ്ട് ശക്തരാകുക എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ള ഗുരു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ് അറിവ് എന്നുള്ളത്. ബ്രഹ്മം എന്ന വാക്ക് ഗുരു ഉപയോഗിക്കാറില്ല, അതിന് പകരം അറിവ് എന്നുള്ളതാണ്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CV സുധീർ, ഡോക്ടർ VP ജഗതിരാജ്, അഡ്വക്കേറ്റ് ബിജു മാത്യു, ഡോക്ടർ അനുശ്രീ, ഉദയകല, ഡോക്ടർ ജോജോ മോൻ, MP രാജേഷ്, സിജി, കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും. അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാകരുത്. ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു.
ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് 86%. ഏറ്റവും കൂടിയത് 99%. പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാവുമെന്നും മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയാണ് അദാലത്ത് തിരഞ്ഞെടുപ്പ്. നിയമലംഘനങ്ങൾ മുഴുവൻ സാധൂകരിച്ച് നൽകാനുള്ള ഒരു മേളയല്ല. ചട്ടം നിയമം ഇതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന, ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം. ചട്ടപ്രകാരം വലിയ ലംഘനങ്ങളൊന്നും ഉണ്ടാകും. പക്ഷേ ചട്ടം വ്യാഖ്യാനിച്ചതിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വസ്തുത വേണ്ടത്ര പരിശോധിക്കാത്തതിൻ്റെ പ്രശ്നമാവാം, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുണ്ടായതാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നൂലാമാലകളിൽ പെട്ട് കിടക്കുന്നത്. ഇതുവരെയുള്ള അദാലത്തിൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്, ചില അദാലത്തിൽ പരിപൂർണ നിയമലംഘനമുള്ള കേസുകൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു. ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരം കാണാനാകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തൃശൂർ മേയർ എം.കെ. വർഗീസ്, എം.എൽ.എമാരായ പി. ബാലചന്ദ്രൻ, വി.ആർ. സുനിൽകുമാർ, എൻ.കെ. അക്ബർ, ഇ.ടി. ടൈസൺ മാസ്റ്റർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് SDPI മാർച്ച് നടത്തി. കൊള്ളയുടെ പങ്ക് പറ്റിയതുകൊണ്ടാണോ ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന സംശയമാണ് പൊതുജനത്തിലുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത SDPI പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലാശ്ശേരി പറഞ്ഞു. ഭരണകക്ഷി MLA-മാർക്കും ഘടകകക്ഷികൾക്കും വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിക്ക് കസേരയിലിരിക്കാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടെന്നും മുസ്തഫ പാലേരി പറഞ്ഞു. ആരോപണങ്ങളെ നേരിടാൻ മുഖ്യമന്ത്രി പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. പുകമറയും വിവാദവുമുണ്ടാക്കി ഗൗരവമേറിയ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. പിണറായി വിജയനും സ്തുതിപാഠകരും LDF-ന്റെ മുൻ മുഖ്യന്മാരെ വിലയിരുത്തണം. ADGP സത്യം വെളിപ്പെടുത്തിയാൽ പിണറായിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനാകുമെന്നും മുസ്തഫ പാലേരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. KT അലവി, ഷെരീഫ് പട്ടാമ്പി, ബഷീർ കൊമ്പം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തിന് നിമജ്ജന മഹാശോഭയാത്രയോടെ സമാപനം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ വിനായക നഗറിൽ പൊതുസമ്മേളനത്തിന് ശേഷമാണ് മഹാഘോഷയാത്ര വിഗ്രഹ നിമജ്ജനത്തിനായി പുറപ്പെട്ടത്. നഗരസഭാ പ്രദേശത്തു നിന്നും 8 പഞ്ചായത്തുകളിൽ നിന്നുമെത്തിയ ഘോഷയാത്രകൾ കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രം പരിസരത്ത് സംഗമിച്ചാണ് മഹാഘോഷയാത്രയായി സമ്മേളന നഗരിയായ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ വിനായക നഗറിലേക്ക് നീങ്ങിയത്. പൊതുസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം പ്രോജ്വലമായി മാറിയത് എന്നത് നമ്മളിന്നും കൃതജ്ഞതാപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട്. ബാലഗംഗാധര തിലകനടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് സാർവജനിക ഗണേശോത്സവം തുടർന്നും നടത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഈ വീരന്മാരും ധീരന്മാരും പൊരുതി നേടിയ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലൊന്നും അനുഭവിക്കാനോ അതിനനുസരിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നോട്ട് പോകാനോ സാധിക്കാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഗണപതിയെ ഒരു പ്രതീകമാക്കി സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് നേടിയ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്ത് ഒരു വിദ്യാലയത്തിലെ മാനേജർ തന്റെ വിദ്യാലയത്തിന്റെ കെട്ടിടം പണിയൊക്കെ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിന്റെ തലേന്ന് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി, വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു ഗണപതി ഹോമം കഴിച്ചുപോയി എന്നതിന്റെ പേരിൽ ആ ഗണപതി ഹോമം കഴിച്ച സ്കൂൾ മാനേജരെ കേസിൽപ്പെടുത്തി തുറുങ്കിലടക്കാൻ ശ്രമിച്ച ആളുകളാണ്, രാക്ഷസ കൂട്ടങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്
RSS പാലക്കാട് വിഭാഗ് സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ, ഗണേശ സേവാസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അശോക് കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയത്തിന്റെ ഡീലിറ്റ് ബിരുദം നേടിയ ഡോക്ടർ PK മാധവനെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി P. അരവിന്ദൻ സ്വാഗതവും ഗണേശ സേവാസമിതി കോർഡിനേറ്റർ KP സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് 200ഓളം ഗണേശ വിഗ്രഹങ്ങളുമായി മഹാഘോഷയാത്ര ഭാരതപ്പുഴയിലെ മായന്നൂർ കടവിലേക്ക് നീങ്ങി. വിഗ്രഹ നിമജ്ജനത്തോടെ ഈ വർഷത്തെ ഗണേശോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനകുറിശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് റോഡിനെ കുറുകിയ മരം വീണ് പ്രദേശത്ത് അരമണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 4:30ഓടെയാണ് മരം കടപുഴകി വീണത്. ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനാ സംഘമെത്തി മരം മുറിച്ച് നീക്കിയതിനെ തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. നവീകരണവുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കി വരികയാണെന്ന് MLA പറഞ്ഞു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുക എന്നതുകൂടിയാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനായി തുക വകയിരുത്തിയത്. 5 കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി കൃഷിവകുപ്പ് ഡയറക്ടറെ MLA നേരിൽ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി മുഹമ്മദ് മുഹസിൻ MLA തിങ്കളാഴ്ച ഓർച്ചാർഡിൽ വെച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നത്. സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കി വരുന്നതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതിൽ കൃഷി പണ്ടത്തെ പോലെ ഫാമിംഗ് അത്ര നടക്കുന്നില്ല. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് അഡീഷണൽ ഡയറക്ടർ തന്നെ നേരിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് DPR ഫൈനലാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. KLDCയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ KLDCയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 1962കളിലാണ് ഓർച്ചാർഡിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. നിലവിൽ ഫാമും ഇവിടെയുണ്ട്. ഇത് പുനരുജ്ജീവിപ്പിക്കും. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക കൂടിയാണ് ലക്ഷ്യം. കൃഷിക്ക് വേണ്ടി പഠിക്കാൻ വരുന്നവർക്ക് പുതിയ അറിവ് ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനവും ഒരുക്കും. കൂടാതെ ഫ്രൂട്ട്സ്, ഔഷധ സസ്യങ്ങളുടെ സംവിധാനം, ഫാം ടൂറിസം പഠിക്കാനുള്ള സൗകര്യമൊരുക്കാനുള്ള പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട്. KLDCയെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 4 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. രാവിലെ 10:30 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. കഞ്ചാവ് കടത്തിയ ആളെ കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ടൗണിലും പരിസരത്തും അനധികൃത ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വ്യാപകമാണെന്നും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം എക്സൈസ് റേഞ്ച് ഓഫീസിനു മുന്നിൽ പ്രക്ഷോഭം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദ്യാർത്ഥികൾക്ക് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകാനും മാധ്യമ മേഖലയോട് അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും പ്രസ് ക്ലബ് കൂട്ടായ്മകൾ മുൻകൈ എടുക്കണമെന്ന് മുൻ MP രമ്യ ഹരിദാസ്. ചേലക്കര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നിങ്ങളുടെയൊക്കെ ഒരു സഹോദരിയായി, ഒരു ജനപ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. അന്ന് മുതൽ ഇങ്ങോട്ട് നിങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിനകത്ത് ഒരു വിള്ളല് പോലും ഉണ്ടാകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം ഒരു വാക്കുകൊണ്ട് പോലും കയർത്ത് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ ചേലക്കര പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അഭിമാനത്തോടെ കൂടി പറയാം. അതിൽ ചേർത്ത് പറയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ,
ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അറിയാലോ, 7 നിയോജകമണ്ഡലമാണ്, 2 ജില്ല, പൊള്ളാച്ചി അതിർത്തി തമിഴ്നാടിനോട് ചേർന്ന്. പക്ഷെ അന്ന് മുതൽ ഇങ്ങ് മലപ്പുറം ജില്ലയുടെ ഏകദേശം ആലങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തിയായിരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലെ വിവിധ വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പോലും, പ്രത്യേകിച്ച് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തകര്, ജനപ്രതിനിധികള് അറിയിക്കുന്ന പോലെ തന്നെ ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളിലും ചേലക്കര പ്രസ് ക്ലബിലെ ഓരോ സഹപ്രവർത്തകരും വളരെയധികം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ അധ്യക്ഷനായി. കൺവീനർ ഗോപി ചക്കുന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ എം അരുൺകുമാർ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. രക്ഷാധികാരി എം മജീദ് മാസ്റ്റർ പഴയന്നൂർ, MR സജി ചേലക്കര, മണി ചെറുതുരുത്തി, മണികണ്ഠൻ കിള്ളിമംഗലം, കെ ജയകുമാർ, മനോജ് തൈക്കാട്ട്, സജി ജോസഫ്, MI സാബീർ, പ്രവീൺ ചേലക്കര, ഉണ്ണികൃഷ്ണൻ പാഞ്ഞാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യരെയും മികച്ച സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന് ചേലക്കര ലയൺസ് ക്ലബിനെയും ആദരിച്ചു. ചേലക്കര പ്രസ് ക്ലബിന്റെ സ്നേഹാദരം രമ്യ ഹരിദാസ് സമ്മാനിച്ചു. ചേലക്കര ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, സെക്രട്ടറി CS ഡിക്സൺ, ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ചേലക്കര പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഗോപി ചക്കുന്നത്തിനെ പ്രസിഡന്റായും, ജയകുമാർ പാഞ്ഞാളിനെ വൈസ് പ്രസിഡന്റായും, MR സജിയെ സെക്രട്ടറിയായും, സ്റ്റാൻലി കെ സാമുവലിനെ ജോയിന്റ് സെക്രട്ടറിയായും, M അരുൺകുമാറിനെ ട്രഷററായും, മണികണ്ഠൻ കിള്ളിമംഗലത്തെ കൺവീനറായും, M മജീദ് മാസ്റ്റർ, TB മൊയ്തീൻകുട്ടി എന്നിവരെ രക്ഷാധികാരികളായും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലി തിരിച്ചുപിടിക്കണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. ജില്ലാ ആയുർവേദ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ ബിനുമോൾ. സമൂഹത്തിൽ ഇന്ന് ഏറെ പേരെയും അലട്ടുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ആയുർവേദത്തിന് വലിയ പങ്കുണ്ടെന്ന് കെ ബിനുമോൾ ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണരീതിയിലെ മാറ്റങ്ങൾ, പരിസര ശുചിത്വമില്ലായ്മ എല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജീവിത സമ്പാദ്യത്തിൻ്റെ വലിയ പങ്ക് ചികിത്സാ ചെലവിന് നൽകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ മാറ്റമുണ്ടാകണമെന്നും ബിനുമോൾ പറഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് പരമേശ്വരൻ, പീറ്റർ മാസ്റ്റർ, ഏലിയാമ്മ ടീച്ചർ, ഡോക്ടർ ഹേമ, ജിനേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രമണി അധ്യക്ഷയായി. ഡോക്ടർ ആരാധ്യ, യോഗ ഇൻസ്ട്രക്ടർ ഗീത, ആശാ വർക്കർമാർ, ആയുർവേദ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകുറിശി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദൃശ്യ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കൺവെൻഷൻ മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയിൽ തന്നെ ഒരു യോഗ ട്രെയിനർ, ആയുർവേദ ആശുപത്രിയിൽ യോഗ ട്രെയിനർ തന്നെ ഒരു യോഗ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അതിനകത്ത് ചേരുന്നത് നല്ലതായിരിക്കും. കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് പരിഹാരം നേടാൻ കഴിയുന്ന ഒന്നാണ് യോഗ എന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ VA രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ മുൻ ചെയർമാൻ M നാരായണൻ ആശംസകൾ അർപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KC പ്രദീപ് ക്ലാസ് എടുത്തു. മേഖലാ ജോയിന്റ് സെക്രട്ടറി PA പത്മജ അനുശോചന പ്രമേയവും ട്രഷറർ N ലോഹിതാക്ഷൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊമ്പൻ കുറുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു. കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 54 വയസ്സായിരുന്നു. നീരിലായിരുന്നതിനാൽ കുറച്ചു ദിവസങ്ങളിലായി ശിവശങ്കരൻ കെട്ടുതറയിലായിരുന്നു. കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീണാണ് ആന ചരിഞ്ഞത്.
54 വയസ്സായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് ആന പെട്ടെന്ന് കുഴഞ്ഞു വീണത്. 25 വർഷം മുമ്പാണ് ശിവശങ്കരനെ കേച്ചേരി സ്വദേശി സുകുമാരൻ വാങ്ങിയത്. കഴിഞ്ഞ 8 വർഷമായി ശിവശങ്കരൻ്റെ മകൻ ദിലീപാണ് ആനയെ പരിപാലിച്ചു വന്നിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ നെല്ലിക്കാട്, പെരടിക്കുന്ന്, 1-ാം മൈൽ, പേട്ട എന്നിവിടങ്ങളിലാണ് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 3ഓളം മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പ്രധാനപ്പെട്ട റോഡ് കണക്ടിവിറ്റികളിലൂടെ പിന്നെ സ്ട്രീറ്റ് ലൈനിൽ ഓൾറെഡി സ്ട്രീറ്റ് ലൈൻ ഉള്ളിടത്തും ഇതുപോലെ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പത്തിരിപ്പാല കോങ്ങാട് റോഡാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ടിപ്പു സുൽത്താൻ റോഡ്, അതുപോലെ ചിറക്കപ്പടി, കാഞ്ഞിരപ്പുഴ റോഡ്, ഈ 3 റോഡുകളുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി അല്ലെങ്കിൽ പുതിയതായി ഇട്ടുകൊണ്ട് നമുക്ക് മണ്ഡലത്തിലെ ഇത്തരം വെളിച്ചം എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം. ഉദ്ഘാടന ചടങ്ങിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, സ്റ്റാൻഡിംഗ് MT ചെയർമാൻ M. ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ AA ഷിഹാബ്, സരിത, PC സുമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS മുത്തരി, TR ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേള തുടങ്ങി. ഷൊർണൂർ ടൗണിൽ ആരംഭിച്ച മേള നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ കീഴിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തവണയും ഓണച്ചന്ത ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ, മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അവർക്കാവശ്യമായിട്ടുള്ള പച്ചക്കറിയും തുണിയും അതുപോലെ ശർക്കര വരട്ടിയും അച്ചാറ്, വേസ്റ്റ് മുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരു വീട്ടിലേക്ക് ഓണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും കുറഞ്ഞ ചെലവിൽ ഇതിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. ഷൊർണൂർ ടൗണിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ചന്തയുടെ തുടക്കം. കുടുംബശ്രീ സംരംഭങ്ങൾ, സംഘകൃഷി കർഷകർ ഉൾപ്പെടെ 15ഓളം സംരംഭകർ മേളയുടെ ഭാഗമാണ്. സെപ്റ്റംബർ 14 വരെയാണ് ഓണം വിപണന മേള പ്രവർത്തിക്കുക. പൂക്കൾ, ഓണത്തപ്പൻ, മാതേര്, പച്ചക്കറികൾ, തുണിത്തരങ്ങൾ, ഫാൻസി ഉൽപ്പന്നങ്ങൾ, ഓയിലുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, വിവിധതരം അച്ചാറുകൾ, പഴങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ VC സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, കൗൺസിലർ KM ലത, മെമ്പർ സെക്രട്ടറി ലിഷ C ജോർജ്, കുടുംബശ്രീ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനസമ്പർക്ക പരിപാടിയുമായി VK ശ്രീകണ്ഠൻ MP. പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് VK ശ്രീകണ്ഠൻ MP ജനസമ്പർക്ക പരിപാടി നടത്തിയത്. പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള കേലശ്ശേരി, മണ്ണൂർ, മങ്കര, പറളി പഞ്ചായത്തുകളിലാണ് VK ശ്രീകണ്ഠൻ MP ജനസമ്പർക്ക പരിപാടി നടത്തിയത്. പരിപാടിയിൽ വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദിയും രേഖപ്പെടുത്തി. നല്ല മഴ, പെരുമഴ, വയനാട് ദുരന്തം തൊട്ടുകൊണ്ടാണ് ഏകദേശം 3 മാസമായി ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട്. അപ്പോൾ റിസൾട്ട് വന്ന ഉടനെ എല്ലാവരെയും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇടയ്ക്ക് വെച്ച് മഴ പെയ്തുകൊണ്ട് മഴ എന്ന് വെച്ചാൽ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ എനിക്കല്ല നാട്ടുകാരാണ്. അങ്ങനെയാണ് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത്. വീണ്ടും തുടർന്ന് ഓണത്തിൻ്റെ 4 പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ നിവേദനം നൽകി. പറളി 5-ാം മൈലിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ മാസ്റ്റർ അധ്യക്ഷനായി. കോങ്ങാട് നിയോജക മണ്ഡലം UDF ചെയർമാൻ ശശി തച്ചമ്പാറ, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, അച്യുതൻകുട്ടി, ഗുരുവായൂരപ്പൻ പറളി, ശിവപ്രകാശൻ, പത്മനാഭൻ, ഉണ്ണി കേലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 11-ാം വാർഡിലെ തോടുകാട് റോഡ് നാടിന് സമർപ്പിച്ചു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്.
ഉദ്ഘാടന ചടങ്ങിൽ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമദാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാരായണദാസ്, M. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അനിത കലാധരൻ സ്വാഗതവും ബബിത രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഒരു കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ തലമുറ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്നതാണ്. ആ സമയമാണ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പലർക്കും ഉണ്ടായിരുന്നത്. അപ്പോഴും അതില്ലാത്ത നിരവധി മനുഷ്യർ ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ NP വിനയകുമാർ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് A. സോമൻ സ്വാഗതം പറഞ്ഞു. ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. ഓണക്കൊടി വിൽപ്പന അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറും നിർവഹിച്ചു. ഡോക്ടർ മുഹമ്മദ് കുട്ടി, CM നീലകണ്ഠൻ, അജയൻ മാസ്റ്റർ, VT ശോഭന തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. VP സതീദേവി നന്ദി പറഞ്ഞു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്ത സെപ്റ്റംബർ 13 വരെയാണ് പ്രവർത്തിക്കുക. ഓണച്ചന്തയിൽ 27 ഇനങ്ങളുള്ള ഓണക്കിറ്റിന് 1730 രൂപയാണ് വില. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഒറ്റപ്പാലം വരോടുള്ള ട്രസ്റ്റ് ഓഫീസിലും പാടാനം കൃഷി മേനോൻ കോമ്പൗണ്ടിലുമാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. വാടാനംകുറിശ്ശിയിൽ നടന്ന ഓണക്കിറ്റ് വിതരണം C. ശ്രീലത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. M. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബേബി ഉഷ സ്വാഗതം പറഞ്ഞു. TM ഗോപികൃഷ്ണൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, അസീസ്, P. വിജയൻ, AT രമേശ്, N. അയൂബ്, രാജീവ്, അഭിലാഷ്, മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വരോടുള്ള അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലും വാടാനംകുറിശ്ശിയിലുമായി 165 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് വയോധികൻ ട്രെയിൻ തട്ടി മരിച്ചു. കാരക്കാട് ഒറവംപാടത്ത് വീട്ടിൽ 71 വയസ്സുള്ള ശിവശങ്കരനാണ് കാരക്കാട് ക്യാബിന് സമീപം വെച്ച് ട്രെയിൻ തട്ടി മരിച്ചത്. ക്ഷീരസംഘത്തിൽ പാൽ അളന്ന് മടങ്ങവേ ശിവശങ്കറിനെ പാലരുവി എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. കേൾവിക്കുറവുള്ളതിനാൽ ട്രെയിൻ വരുന്നത് അറിഞ്ഞിട്ടുണ്ടാകില്ലെന്നും ഇതാകാം അപകട കാരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഭാര്യ ഇന്ദിര, മക്കൾ സത്യഭാമ, പരേതനായ സുനിൽ, മരുമകൻ ബിന്നി. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടുക സമുദായ സാംസ്കാരിക സമിതി കോട്ടായി യൂണിറ്റ് കുടുംബസംഗമം VSSS കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ തളൂർ ഉദ്ഘാടനം ചെയ്തു. R. രാധാകൃഷ്ണൻ കുത്തനൂർ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ കോട്ടായി സ്വാഗതം പറഞ്ഞു. K. സുനിത, രാമദാസ്, M. മണികണ്ഠൻ, സുജാത സുകുമാരൻ, വിജയം, സുജാത കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. വടുക സമുദായത്തിന് OEC പദവിയും സർക്കാർ സർവീസിൽ 1% സംവരണവും ഒരു എയ്ഡഡ് സ്ഥാപനവും അനുവദിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മണ്ണൂർ 1-ാം മൈൽ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഗണേശോത്സവം ആഘോഷിച്ചു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി നിമജ്ജന ഘോഷയാത്രയും നടന്നു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി 51 ഗണപതി വിഗ്രഹങ്ങൾ വീടുകളിൽ പൂജ ചെയ്ത ശേഷം 1-ാം മൈൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിലെത്തിച്ച് മഹാഗണപതി പൂജയും നടത്തി. മോഹനൻ ഇമ്രാന്തിരി പൂജകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ നൃത്യങ്ങളുമുണ്ടായി. രക്ഷാധികാരികളായ സുജിത് കുമാർ, വിപിൻ, പ്രതീഷ്, വിജയകുമാർ, സമിതി പ്രസിഡന്റ് രോഹിത്, സെക്രട്ടറി ഗൗതം, രഞ്ജിത്ത്, സുനീഷ്, ജിസ്ത്, മനു, സന്തോഷ്, ജയദേവൻ, ഷിജിത്ത്, ഗോകുൽ, സമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് മഹാഗണപതി പൂജയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മണ്ണൂർ കാവു മൈതാനിയിൽ നിന്നും മഹാനിമഞ്ജന ഘോഷയാത്രയായി പുറപ്പെട്ട് വൈകിട്ട് ഒറ്റപ്പാലത്തെത്തി നിമഞ്ജനം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSനെ എന്നും എതിർക്കുന്നത് CPM. കോൺഗ്രസ് തൃശൂരിൽ BJPക്ക് MPയെ സമ്മാനിച്ചു. കോൺഗ്രസ് നേതാക്കളും മക്കളും അണികളും BJPയിലേക്ക് ഒഴുകുന്നു. PV അൻവറിന് പിന്നിൽ PV അൻവർ തന്നെയെന്നും ആരോപണങ്ങളിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടക്കുമെന്നും MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് തൃശൂരിലെ വോട്ടർമാരെ നിരന്തരം അവഹേളിക്കുകയാണെന്ന് BJP നേതാവ് V. മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP RSS നേതാവിനെ കാണാൻ പോയെന്ന VD സതീശന്റെ ആരോപണത്തിന് ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദർശനത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കേണ്ടത് ADGP. മൂന്നാമതായി RSS അതിൽ വ്യക്തമായ മറുപടി നൽകുമെന്നും V. മുരളീധരൻ.
അദാലത്തുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ്. തൃശൂരിൽ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാണ് സർവകലാശാലകളുടെ പ്രവർത്തന ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി റീജിയണൽ സെന്റർ തുറന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് SDPI മാർച്ച്. കൊള്ളയുടെ പങ്ക് പറ്റിയതുകൊണ്ടാണ് ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ടെന്ന് SDPI പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലാശ്ശേരി. ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ സർക്കാരും CPM-ഉം പരിശ്രമിക്കുകയാണെന്നും ആക്ഷേപം. ഗണേശസ്തുതികളിൽ വള്ളൂരാടൻ സാംസ്കാരിക നഗരി. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തിന് പൊതുസമ്മേളനം, നിമജ്ജന, മഹാഘോഷയാത്ര എന്നിവയോടെ സമാപനം. നഗരം കാവിക്കടലായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.